നെഹൂസ് പെറ്റിക്കോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ സെയിൽ വീഡിയോ ഒരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിവിടെ റോഡ് പണിയൊക്കെ തീർന്നു, റോഡൊക്കെ ഓപ്പൺ ആകാൻ പോവുകയാണ്. അപ്പോൾ എനിക്കിനി തുടരെ വീഡിയോ ഒന്നും ഇടാൻ സാധിച്ചെന്ന് വരികയില്ല, കാരണം നഴ്സറിയിൽ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. അപ്പം ഞാൻ ഈ ചെടികളെല്ലാം ഒരു ക്ലിയറൻസ് സെയിൽ പോലെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വീഡിയോയിൽ ഒത്തിരി പ്ലാന്റ്സുകൾ വിലക്കുറവിൽ കൊണ്ടുവന്നിരുന്നു. അഗ്ലോണിമാസ്, വേരിഗേറ്റഡ് പീസ് ലില്ലി ഒന്നും ഒരിടത്തും 80 രൂപയ്ക്ക് കിട്ടുകയില്ല. അതുപോലെ എല്ലാം നല്ല വലിയ പ്ലാന്റ്സും ആയിരുന്നു. റെസീനാസ്, ക്രോട്ടൺസ്, അങ്ങനെ ഒരുപാട് ചെടികൾ കൊണ്ടുവന്നിരുന്നു. അപ്പം ഇനിയും ചെടികൾ കൂടുതൽ വേണ്ടവർക്ക് കാറ്റലോഗിൽ നിന്ന് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഈ ബോസ്റ്റൺ ഫേണാണ്. ഇത് നല്ല വെയിലത്താണ് നിൽക്കുന്നത്. ബാക്കി എല്ലാ ഫേണുകൾക്കും ഷെയ്ഡ് ആവശ്യമാണ്, പക്ഷേ വെയിലത്ത് വയ്ക്കാവുന്ന ഒരു ഫേണാണിത്. നല്ല ഭംഗിയായി നിൽക്കുന്നതാണ്, നല്ല ഗ്രീൻ കളറിൽ തിക്കായിട്ട് നല്ല ബുഷായിട്ട് വളരും. ഇതുപോലെ ബുഷാവുന്ന പ്ലാന്റാണ്. ഒരു ചെറിയ തൈ വെച്ചാലും മതി, നിറയെ ആകും. അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെയാണ് പ്ലാന്റ് സൈസ്. അടുത്തത് ഈ ഡ്രസ്സീനയാണ്. ഇതും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സീനയാണ്, ഒരിടത്തും അധികം കാണാത്ത ഡ്രസ്സീനയാണ്. അതുകൊണ്ട് 2-3 കളറുകളാണ് ഇതിൽ വരുന്നത്. യെല്ലോയ്, ഗ്രീന്, പിന്നെ ഒരു ലൈറ്റ് പിങ്ക് ലൈൻസ് കൂടെ വരുന്നുണ്ട്. പിന്നെ ഇത് വയലറ്റ് ജാസ്മിൻ്റെ പ്ലാന്റ് ആണ്. ചെറിയ നല്ല പൂക്കൾ, നിറയെ പൂക്കളുണ്ടാകും. ഇത്രയും ചെറിയ തൈ തന്നെ ഇതിൽ പൂക്കളുണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അടുത്ത് ടെക്കോമയുടെ ഈ പ്ലാന്റ് ആണ്. നല്ല ഭംഗി ഇതിൻ്റെ പൂക്കളുണ്ട് കാണാൻ. ഒരു സെമി ക്രീപ്പർ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത്രയും ചെറിയ തൈയിൽ തന്നെ നിറയെ പൂക്കളുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നല്ല ബുഷായിട്ട് കൊലകൊലയായിട്ട് പൂക്കൾ തിങ്ങി ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടാണ്. അടുത്തത് ഈ ഡ്രസ്സിന പ്ലാന്റ് ആണ്. നല്ല നാരോ ആയിട്ട് ലീഫ് വരുന്ന വൈറ്റ് കളർ, വൈറ്റും ഗ്രീനും കൂടെ ഡിസൈനുള്ള ഒരു പ്ലാന്റ് ആണ്. അടുത്ത ഈ കലേഡിയാണ്. ഈ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് കലേഡിയംസൊക്കെ നന്നായിട്ട് വളരുന്ന ഒരു സമയമാണ്. അതിൻ്റെ സെൻറ്ററിൽ കണ്ട ഒരു പിങ്ക് കളറും റെഡിഷ് പിങ്ക് കളറും വൈറ്റ് കളറും എല്ലാം കൂടെ വരുന്ന നല്ലൊരു കലേഡിയാണ്. പിന്നെയുള്ളത് ഈ അൾട്രാന്തര പ്ലാന്റ് ആണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള അൾട്രാന്തര വേരിഗേറ്റഡ് പിങ്ക് കളറും ഒക്കെ കൂടി വരുന്നൊരു സ്ലോ ഗ്രോത്താണ് ഇതിന്, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. അടുത്ത ഈ പർപ്പിൾ വെൽവെറ്റിൻ്റെ പ്ലാന്റ് ആണ്. നല്ല വെൽവെറ്റ് ഫിനിഷുള്ള ഇലകളാണ് ഇതിനുള്ളത്. ഹാങ്ങിങ് ആയിട്ടുമൊക്കെ നമുക്ക് ഇടാൻ നല്ലൊരു പ്ലാന്റാണിത്. അടുത്ത അഗ്ലോണിമയുടെ ഈ പ്ലാന്റ് ആണ്. ഒരു യെല്ലോ കളറും വൈറ്റ് കളറും ഒക്കെ കൂടി ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്, ഗ്രീൻ കളറിനകത്ത്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അഗ്ലോണിമയാണ്. അടുത്ത ഡിഫൻ ബാച്ചയുടെ ഒരു വെറൈറ്റിയാണ്. ഇത് ഞാൻ പണ്ട് ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഒരുപാട് നാൾ കൂടിയാണ് ഇപ്പോൾ ഇത് സെയിലിന് കൊണ്ടുവരുന്നത്. മഴത്തുള്ളിയുടെ ആകൃതിയിലാണ് ഇതിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത്. അറ്റ ഇങ്ങനെ കുറുമ്പിച്ച പോലെ നല്ല ഭംഗിയുള്ളൊരു ഡിഫൻ ബാച്ചിയാണ്. ഇതിന് ആദ്യ സമയത്തൊക്കെ നല്ല വിലയുണ്ടായിരുന്നു. ഇപ്പോഴും ഇത് റെയർ ആയിട്ടുള്ള പ്ലാന്റ്, അധികമൊന്നും കിട്ടാനില്ല. അടുത്ത ഈ പ്ലാന്റ് ആണ് പിഡിലാന്തോസ്. ഇതിൻ്റെ കട്ടിങ്സ് ആണ്. അടുത്ത അഗ്ലോണിമയുടെ പിങ്ക് ലിപ്സ്റ്റിക്കാണ്. ഇത് ഇത്രയും വലുപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത്രയും വിലക്കുറവിൽ അത്രയും വലിയ പ്ലാന്റൊന്നും ഒരിടത്തും കിട്ടുകയില്ല. അപ്പം എല്ലാവർക്കും ആവശ്യമുള്ളവരൊക്കെ വാങ്ങിച്ചോളുക. അടുത്ത ഫിലോഡോൺഡ്രോൻ്റെ ഈ വെറൈറ്റിയാണ്. ഒരു പ്രത്യേക ഷേപ്പാണ് ഇതിൻ്റെ ലീഫുകൾക്കുള്ള. നല്ല ലെമൺ കളറുമാണ് ഇതിൻ്റെ ഇലകൾക്ക് വരുന്നത്. നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റാണ് നഴ്സറികളിലൊക്കെ. നമ്മുടെ ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇതിന്. അടുത്തത് മണി പ്ലാന്റിന് കുറച്ച് വെറൈറ്റീസാണ്. നിയോൺ പോത്തോസ് ഉണ്ട്, എൻജോയ് പോത്തോസ് ഉണ്ട്, പിന്നെ സിൽവർ പോത്തോസ് ഉണ്ട്. ഇതിലേതിലൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. ജെയ്ഡ് പോത്തോസ് ഉണ്ട്. പിന്നെ മോൺസ്റ്റേറയുടെ തൈകളാണ് ഇരിക്കുന്നത്. ഇതും ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങാവുന്നതാണ്. പിന്നെ കലാത്തിയയുടെ ഈ പ്ലാന്റിൻ്റെ ഇത്രയും വലിയ പ്ലാന്റ് തന്നെയാണ്. അതിൽ ഇത് ബുഷായിട്ട് നിൽക്കുന്നതാണ്. ഇതിൽ സിംഗിൾ പ്ലാന്റ് ആണ് തരുന്നത്, പക്ഷേ നല്ല വലിയ പ്ലാന്റ് തന്നെയാണ്. ഈ കലാത്തിയയ്ക്കൊക്കെ ഓൺലൈനിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ്. ഇതുപോലെ ഒരു സിംഗിൾ ഷൂട്ടാണ് തരുന്നത്. എന്നാലും അത് വലിയ പ്ലാന്റ് തന്നെയാണ്.
അടുത്ത അഗ്ലോണിമാസിൻ്റെ ചെറിയ തൈകൾ ആണ്. ഇത് ഈ വൈറ്റ് സ്റ്റെമ്മായിട്ട് വരുന്ന നാരോ ലീഫുള്ള അഗ്ലോണിമയാണ്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് സെയിൽ ചെയ്തിരുന്നു. ഇനി കുറച്ച് പ്ലാന്റ്സ് കൂടി ഇരിപ്പുണ്ട്. വേണ്ടവർക്കൊക്കെ വാങ്ങിക്കാവുന്നതാണ് ഈ 2 ടൈപ്പ് അഗ്ലോണിമയും. ഞാനിത് നഴ്സറിക്ക് ഓപ്പൺ ആകുന്നതുകൊണ്ട് ഈ ചെടികളൊന്നും നമ്മുടെ ഇവിടെ കൂടുതലായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് കൂടുതലായിട്ട് ആവശ്യമില്ല. കൂടുതൽ ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ക്ലിയറൻസ് സെയിലായിട്ട് ഇതെല്ലാം വിറ്റ് തീർക്കുന്നത്. അടുത്ത ഫിലോഡോൺഡ്രോൻ്റെ ഈ പ്ലാന്റ് ആണ്. ഇത് കലേഡിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഗ്രീനിനകത്ത് റെഡ് ലൈനും റെഡ് ഡോട്ടൂടെ കൂടി വരുന്ന നല്ലൊരു വെറൈറ്റിയാണ്. അടുത്തത് സിങ്കോണിയത്തിൻ്റെ പിങ്ക് കളർ വരുന്ന പ്ലാന്റ് ആണ്. ഇത് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ്, നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ്. അടുത്തത് നമ്മുടെ ഒരു ചീരച്ചേമ്പെന്ന് പറയുന്ന ഒരു ചേമ്പാണ്. നമുക്ക് തോരനൊക്കെ വെക്കാൻ നല്ലൊരു പ്ലാന്റ് ആണ്. മുട്ടയൊക്കെ ഇട്ടും ഒക്കെ തോരൻ വെക്കാൻ നല്ലൊരു ഇതാണ്. നമ്മൾ ചൊറിയത്തൊന്നുമില്ല. അതിൻ്റെ ഇലകളും തണ്ടുകളും ഒക്കെ നമുക്ക് തോരൻ വെക്കാവുന്നതാണ്. പിന്നെ ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് അടുത്ത് കാണിച്ചിരിക്കുന്നത്. പൊന്നാങ്കണ്ണി ചീരയുടെ കട്ടിങ്സ് വേണ്ടവർക്കൊക്കെ വാങ്ങിക്കാവുന്നതാണ്. ഞാനിതൊരു യൂട്യൂബിലൊരു ഇത്തായിയോടെ നല്ല വില കൊടുത്ത് വാങ്ങിച്ചതാണ് പൊന്നാങ്കണ്ണി ചീര. അടുത്ത ബ്ലാക്ക് സിങ്കോണിയാണ്. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ് കൂടി ഇനി നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ ബ്ലാക്ക് സിങ്കോണിയം. ഇത് ഈ ഡ്രസ്സീന ആണ്. ഒരു നാരോ ലീഫിലുള്ള ഡ്രസ്സീനയാണ്. പിങ്ക് ലൈൻസ് ആണ് അതിൻ്റെ അരികിൽ കൂടെ വരുന്നത്. നല്ല ഭംഗിയാണ്. ഇതിലെല്ലാം സെമി ആയിട്ടുള്ള സൺലൈറ്റ് മതി. ഷെയ്ഡി വെക്കേണ്ട പ്ലാന്റാണിത്. ചെറിയ സൺലൈറ്റ് അടിച്ചാലും കുഴപ്പമില്ല. ഇത് അടുത്ത ഡ്രസ്സീനയാണ്. എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സീനാസാണ്. അടുത്ത ലക്കി ബാമ്പുവിൻ്റെ വെറൈറ്റിയാണ്. ഇത് വെറൈറ്റി ആയിട്ടുള്ള അധികം കോമൺ അല്ലാത്തൊരു ലക്കി ബാമ്പുവാണ്. ഇതിൻ്റെ വളരെ കുറച്ച് തൈകളൂടെ ഇനി നമ്മുടെ കയ്യിലുള്ളൂ. ഞാൻ 2ാമത്തെ പ്രാവശ്യം സെയിലിനായിട്ട് കൊണ്ടുവന്നിരുന്നു. അതും തീർന്നു. ഇനി വളരെ കുറച്ച് എണ്ണമേ ഉള്ളൂ. ഇനിയത്തേത് സിങ്കോണിയത്തിൻ്റെ നാരോ ലീഫായിട്ടുള്ള വെറൈറ്റിയാണ്. ബുഷായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ നല്ല പ്ലാന്റാണ്. ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസ്. ഇന്നത്തെ സ്ലീപ്പിംഗ് പോത്തോസിൻ്റെ തൈകളാണ്. മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാവുന്ന ഒരു നല്ല പ്ലാന്റാണ്. അടുത്തൊരു സിങ്കോണിയത്തിൻ്റെ വെറൈറ്റിയാണ്. ഇത് ഇൻഡോറിൽ വെക്കാൻ നല്ലൊരു ബെസ്റ്റ് പ്ലാന്റാണ്. നല്ല ഭംഗി ഇതൊരു വൈറ്റ് പൂട്ടിലൊക്കെ വെക്കുമ്പോൾ. അടുത്തത് ക്രിസ്മസ് കലേഡിയാണ്. അടുത്തത് നെഹ്റു പ്ലാന്റിൻ്റെ തൈയാണ്. നല്ല റെഡ് കളർ ലൈൻസാണ് ഇതിൽ വരുന്നത്. നമുക്കൊരു വെർട്ടിക്കൽ ഗാർഡനിലോ ഹാങ്ങിങ് ആയിട്ടും ഒക്കെ വെക്കാൻ നല്ല പ്ലാന്റാണ്. ഇതിനും സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. സൺലൈറ്റ് അടിച്ചാൽ കഴിയും. ഇത് ബ്രൈഡൽ ബക്കറ്റിൻ്റെ യെല്ലോ കളർ പ്ലാന്റാണ്. നല്ല മഞ്ഞ കളറിൽ നിറയെ കൊലകൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. ബ്രൈഡൽ ബക്കറ്റിൻ്റെ വൈറ്റ് പോലെ തന്നെയാണ് ഇതിൻ്റെ പൂക്കൾ. യെല്ലോ കളറാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ്സുകൾ. വേണ്ട പ്ലാന്റ്സുകളൊക്കെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വേഗം ഓർഡർ ചെയ്തോളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.